everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓൺ സൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു വീടിന്റെ ആണെന്നുണ്ടെങ്കിലും ബിൽഡിങ്സിന്റെ ആണെങ്കിലും ഫ്രണ്ട് സൈഡ് മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഇന്റർലോക്കിംഗ് സംവിധാനമാണ് കൊണ്ടുവരാറുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു പുതിയൊരു സംവിധാനമാണ് പരീക്ഷിച്ചിട്ടുള്ളത്. കോൺക്രീറ്റിൽ എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പേവിംഗ് സംവിധാനം കൊണ്ടുവരാം എന്നാണ് നമ്മൾ പരീക്ഷിച്ചിട്ടുള്ളത്. ആ പരീക്ഷണം സക്സസ് ആയതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നല്ല രീതിയിൽ എർത്ത് ഫില്ല് ചെയ്ത് കോമ്പാക്ട് ചെയ്തെടുത്ത് വാട്ടർ ലെവൽ ചെയ്ത് ഒരേ ലെവൽ സർഫസിലാക്കി തീർക്കേണ്ടതുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഒരു മൗൾഡ് ഉപയോഗിച്ചിട്ടാണ് കോൺക്രീറ്റ് സ്ലാബ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഈ ഒരു പ്ലൈവുഡിന്റെ മൗൾഡാണ് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്ലൈ നമ്മളിവിടെ ഉപയോഗിക്കാൻ കാരണം ഷട്ടറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതിന് ശേഷം അതിൽ വേസ്റ്റ് ആയി വന്നിട്ടുള്ള ആ പ്ലൈവുഡ് ആണ് നമ്മളിവിടെ ഈ ഒരു മൗൾഡിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം കോൺക്രീറ്റ് നല്ല രീതിയിൽ മിക്സർ മെഷീൻ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് ഈ ഒരു മൗൾഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു കുറച്ച് വേസ്റ്റ് ആയിട്ട് നമുക്ക് ബിൽഡിംഗ് പൊളിച്ചു കിട്ടുന്ന വേസ്റ്റ് കമ്പികളും നമ്മൾ ഇവിടെ ഒരു ബേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് ഈ ഒരു ബ്ലോക്ക് നമ്മൾ വേറെ എവിടേക്കെങ്കിലും മാറ്റി പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു എളുപ്പത്തിനും കൂടിയിട്ടാണ് അങ്ങനെ ഒരു ബേസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബ്ലോക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുൻപ് ബേബി മെറ്റല് നന്നായിട്ട് സർഫസ് ലെവൽ ചെയ്തതിനു ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ നമ്മളിവിടെ അങ്ങനത്തെ ഒരു മണലല്ലാത്തതിന്റെ പേരിലാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ബേബി മെറ്റല് ഇടുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ വെള്ളം നല്ല രീതിയിൽ ഒലിച്ചിറങ്ങുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിൽ നല്ല രീതിയിൽ വോയിഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഒരേ ലെവൽ സർഫസ് ആയി കിട്ടുന്നതിന് വേണ്ടിയാണ് ബേബി മെറ്റൽ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ബഡ്ജറ്റ് കുറക്കുന്നതിന്റെ ഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതൊരു സിമ്പിൾ പർപ്പസ് കൂടിയാണ്. കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നത് രാവിലെ ആണെങ്കിൽ വൈകുന്നേരം തന്നെ നമുക്ക് ഈ ഷട്ടറിങ് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു ബ്ലോക്കിന്റെ സൈസ് വരുന്നത് 1.20 നീളവും അതുപോലെ 60 സെന്റിമീറ്റർ വീതിയുമാണ്. ഇത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ പ്ലൈവുഡിന്റെ ലെങ്ത് കണക്കാക്കിയാണ് ഈ ഒരു ലെങ്ത് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ബിഗ് സൈസ് ഫീലിംഗ് കിട്ടുന്നതിനും വേണ്ടിയാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇടയിൽ ഗ്രാസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു നിങ്ങൾക്ക് ഒരു പ്രീമിയം ലുക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന് കട്ടയുടെ മുകളിൽ ഉപയോഗിക്കുന്ന പോളിഷിംഗ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ഒരു റഫ് ഫീലിംഗിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്രെയിൻസ് വരച്ചിട്ടിരിക്കും. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പായലും പൂപ്പലൊക്കെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സൈക്കോസീൽ പോലുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇനി ഭാവിയിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ അനീഷ കലറക്കൽ.